ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്പൈഡി. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റിവ്യൂ ഇഡ്ഡലി കടൈ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ആദ്യ ദിവസം തന്നെ സിനിമ കണ്ടിറങ്ങിയ എന്റെ സത്യസന്ധമായ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് ഗോ ഗൈസ്. നടൻ, സംവിധായകൻ എന്നീ നിലകളിൽ പ്രതീക്ഷ നൽകുന്ന ധനുഷിന്റെ പുതിയ ചിത്രമാണ് ഇഡ്ലി കടൈ. ഒരു കൊച്ചുകഥ ആണിത്. ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൃദയം തൊടുന്ന അച്ഛൻ-മകൻ ബന്ധം തന്നെയാണ്. ധനുഷ് സ്വന്തം ജീവിതത്തിലെ ഓർമ്മകളെയും ഭാവനയും കൂട്ടിച്ചേർത്താണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ ഇഡ്ലി കടയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ സിനിമ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഇടം നേടി എന്ന് നമുക്ക് നോക്കാം. തൊഴിലിനോട് ഭക്തിയുള്ള ഒരച്ഛൻ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇഡ്ഡലി കട നടത്തുന്നു. ആ രുചിക്ക് ആ നാട്ടുകാർ മുഴുവൻ അടിമയാണ്. വിദേശത്ത് ജോലിയുള്ള മകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിൽ തിരിച്ചെത്തി ഈ കട ഏറ്റെടുക്കേണ്ടി വരുന്നു. അച്ഛന്റെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ മകൻ സാധിക്കുമോ? അയാൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രാജ്കിരൺ അച്ഛനായും ധനുഷ് മകനായും എത്തുന്ന ഈ ഇമോഷണൽ ഡ്രാമ പറയുന്നത്. ടൈറ്റിൽ സൂചിപ്പിക്കും പോലെ 10 പേർക്ക് പോലും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയാത്ത ആ ചെറിയ ഇഡ്ലി കടയാണ് ഈ സിനിമയുടെ കഥാകേന്ദ്രം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിലെ റിയലിസ്റ്റിക് പ്രകടനങ്ങളാണ്. ഇതിലെ അച്ഛൻ കഥാപാത്രം നമ്മുടെയൊക്കെ നാട്ടിലുള്ള സാധാരണ ഹോട്ടലുടമകളെ ഓർമ്മിപ്പിക്കും. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് മാവ് അരയ്ക്കുന്ന, നല്ല ഭക്ഷണം നൽകാൻ പരിശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ തൊഴിൽ ഭക്തിയും പോസിറ്റീവ് സ്വഭാവവും സിനിമയ്ക്ക് അപ്പുറം നമ്മെ ആകർഷിക്കും എന്ന് ഉറപ്പാണ്. വലിയ താരപ്പകിട്ടിന് പിറകെ പോകാതെ സംവിധായകൻ എന്ന നിലയിൽ ധനുഷ് വളരെ അച്ചടക്കമുള്ള നിലപാട് സ്വീകരിച്ചു. നായകന്റെ പതിവ് ചേരുവകളായ അനാവശ്യ പാട്ടുകളും പൊടിപാറുന്ന ഫൈറ്റുകളും ഒഴിവാക്കിയത് സിനിമയ്ക്ക് ഗുണം ചെയ്തു. ഇമോഷണൽ സീനുകളിലും റൊമാൻസ് രംഗങ്ങളിലും അദ്ദേഹം അനായാസമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. നായികയായ നിത്യ മേനോന്റെ പ്രകടനം നല്ല ഫ്രഷ് ആയിരുന്നു. നിത്യയുടെ ക്യൂട്ടായ അഭിനയം സിനിമയ്ക്ക് വലിയ പ്ലസ് പോയിന്റാണ്. അവരുടെ സംസാരവും മാനരസങ്ങളും പ്രേക്ഷകരെ എളുപ്പത്തിൽ പിടിച്ചിരുത്തും. സിനിമയുടെ തുടക്കത്തിൽ വരുന്ന ബെങ്കോക്കിലെ സീനുകൾ കുറച്ച് ബോറടിപ്പിച്ചു. ആ ഭാഗങ്ങളിൽ ധനുഷിന്റെ അഭിനയവും സംവിധാനവും ഓവറായി തോന്നി. എന്നാൽ ധനുഷ് ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്നതോടെ കഥയ്ക്ക് ചൂടുപിടിക്കുന്നു. ഇളവരശ് പോലുള്ളവരുടെ പ്രകടനം നന്നായിരുന്നു. എങ്കിലും ചില കഥാപാത്രങ്ങൾ അമിതാഭിനയം നടത്തി സിനിമയ്ക്ക് ഒരു പോരായ്മ ഉണ്ടാക്കുന്നുണ്ട്. അരുൺ വിജയ് എന്ന മികച്ച നടനെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ ഒരു ഇംപാക്ട് തോന്നിയില്ല. കാരണം അദ്ദേഹവും ധനുഷും തമ്മിലുള്ള പോരാട്ടം വളരെ വീക്കായി പോയി. ക്ലൈമാക്സിലെ ഫിനിഷിംഗ് ടച്ച് മാത്രമാണ് ആക്ഷൻ രംഗങ്ങളിൽ കൊള്ളാവുന്നത്. പിന്നെ സത്യരാജ് ബിസിനസ് റോളിൽ അത്ര പോരായിരുന്നു. കൂടാതെ പാർത്ഥിബൻ, സമുദ്രക്കനി എന്നിവരെ പോലെ കഴിവുള്ള നടന്മാരെ സംവിധായകൻ പാഴാക്കി എന്ന് പറയേണ്ടി വരും. സിനിമയിലെ പാട്ടുകളിൽ മികച്ചുനിന്നത് എന്നാ സുഖം എന്ന മെൽഡിയാണ്. ബാക്കിയുള്ള പശ്ചാത്തല സംഗീതം കാര്യമായ ഇംപാക്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കിരൺ കൗശികിന്റെ ക്യാമറ വർക്ക് ഗംഭീരമായിരുന്നു. തേനി ഗ്രാമവും ഇഡ്ലി കടയുടെ രംഗങ്ങളും വളരെ മനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. രാജ്കിരൺ കഥാപാത്രത്തിന്റെ നല്ല ചിന്തകളും അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹവും ധനുഷ് ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലെ കുറച്ച് സീനുകളും അമിതമായ ഇമോഷനുകളും ദുർബലമായ ഫൈറ്റുകളും കാരണം സിനിമ നന്നായി ലാഗ് അടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും രാജ്കിരൺ ധനുഷ് കോംബോയും ഹൃദയസ്പർശിയായ രംഗങ്ങളും നാട്ടുരുചിയോടുള്ള ഇഷ്ടവും ചേർന്ന് ഈ സിനിമയെ ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആക്കി നിർത്തുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ ഈ സിനിമ കാണാൻ പോകേണ്ട, എന്നാൽ കുടുംബത്തോടൊപ്പം നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഇഡ്ലി കടൈ. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.